നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബേഡകത്ത് തിന്നറൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കവേ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ദിനേശ് മുങ്ങത്തിന്റെ 4 പുസ്തകങ്ങളുടെ പ്രകാശനം കാസർഗോഡ് നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ പ്ലാത്തൂരിന്റെ നമ്പോലൻ പുസ്തക പ്രകാശനം കാസർഗോഡ് നടന്നു. കൽപ്പറ്റ നാരായണൻ പ്രകാശനം നിർവഹിച്ചു. ഖത്തർ KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നാട്ടൊരുമ സംഗമം ശ്രദ്ധേയമായി. ചൌക്കി കിഴക്കേ വീട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഏപ്രിൽ 17, 18, 19, 20 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ബേഡകത്ത് തമിഴ്നാട് സ്വദേശി തിന്നറൊഴിച്ച് തീകൊളുത്തി കൊല്ലാൻ ശ്രമിക്കവേ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന മുന്നാട്ട് മണ്ണടുക്കം സ്വദേശിനി രമിതയാണ് മരിച്ചത്. മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. മദ്യപിച്ച് ശല്യം ചെയ്യുന്നത് പരാതി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് ബേഡകം മണ്ണടുക്ക സ്വദേശിനി രമിതയെ തമിഴ്നാട് സ്വദേശി രാമാമൃതം തിന്നറൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 8 നടന്ന സംഭവത്തിൽ ശരീരത്തിൽ 50% പൊള്ളലേറ്റ രമിത മംഗളൂരുവിലെ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ആക്രമണം നടന്നതിന് പിന്നാലെ ഫർണിച്ചർ കട നടത്തിപ്പുകാരനായ തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതത്തെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. മദ്യപിച്ച് ശല്യം ചെയ്യുന്നതിനെ തുടർന്ന് കട ഉടമ കട ഒഴിയാൻ രാമാമൃതത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മദ്യപിച്ചെത്തിയ രാമാമൃതം ഫർണിച്ചർ ജോലിക്കായി ഉപയോഗിക്കുന്ന തിന്നർ രമിതയുടെ ശരീരത്തിൽ ഒഴിച്ചതിനു ശേഷം കയ്യിൽ കരുതിയിരുന്ന പന്തത്തിന് തീ കൊളുത്തി എറിയുകയായിരുന്നു. കെട്ടിടത്തിന് തീ പിടിച്ചതാണെന്ന് കരുതി ഓടിയെത്തിയ സമീപവാസികളും സ്വകാര്യ ബസ് ജീവനക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യുവതിക്കൊപ്പമുണ്ടായിരുന്ന 8 വയസ്സുകാരനായ മകനും സഹപാഠിയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പൊള്ളലേറ്റ രമിതയെ ആദ്യം കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൌക്കി കിഴക്കേ വീട് പാലാത്തീയ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഏപ്രിൽ 17, 18, 19, 20 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൌക്കി കിഴക്കേ വീട് പാലാത്തീയ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം 17, 18, 19, 20 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17-ന് കലവറ ഘോഷയാത്ര, വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ ഭണ്ണാരം എഴുന്നള്ളിക്കൽ എന്നിവ നടക്കും. തുടർന്ന് തറവാട് തെയ്യംകൂടൽ, വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തറവാട് തെയ്യങ്ങൾക്കുള്ള അടയാളം കൊടുക്കൽ എന്നീ ചടങ്ങുകളും നടക്കും. 18-ന് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. 19-ന് കാർന്നൂൻ കോറച്ചൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും തെയ്യങ്കെട്ട് മഹോത്സവത്തിലെ മുഖ്യ ആകർഷണമായ കണ്ടനാർ കേളം തെയ്യത്തിന്റെ വെള്ളാട്ടവും ബപ്പിടൽ ചടങ്ങും നടക്കും. ഏപ്രിൽ 20-ന് കാർന്നൂൻ കോറച്ചൻ കണ്ടനാർ കേളൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും. തെയ്യങ്കെട്ട് മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 10 മണി മുതൽ 11:25 വരെയുള്ള ശോഭമുഹൂർത്തത്തിൽ പ്രദേശത്തിൻ്റെ നാനാഭാഗത്തുള്ള ഭക്തജനങ്ങൾ കലവറ ഘോഷയാത്രയോടുകൂടി കലവറ നടക്കൽ ചടങ്ങ് നടത്തുന്നതാണ്. അന്ന് രാത്രി തന്നെ തറവാട്ട് ദൈവങ്ങളുടെ കൂടൽ ചടങ്ങ്, തെയ്യം കൂടൽ ചടങ്ങ് നടക്കുന്നതും 18-ാം തീയതി വൈകുന്നേരം ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ കൂടലാണ്. അത് മറക്കടത്തിൽ വെച്ചിട്ടാണ് ദൈവത്തെ നമ്മുടെ കൈവീര അടിയന്തരം കഴിച്ച് മറക്കടത്തിൽ പോയി ദൈവത്തിൻ്റെ കൂടൽ ചടങ്ങ് നടക്കും. 19-ാം തീയതി രാത്രിയാണ് ഈ ദൈവംകെട്ട് മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ കണ്ണനാർ കളൻ ദൈവത്തിൻ്റെ പുറപ്പാടും ബപ്പിടൽ ചടങ്ങും നടക്കുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ, വർക്കിംഗ് ചെയർമാൻ ദിവാകരൻ കാവുകോളി, ജനറൽ കൺവീനർ അനിൽകുമാർ നീർച്ചാൽ, ആചാരസ്ഥാനികൻ KP ചന്ദ്രശേഖര കാർണവർ, തറവാട് ഗുരു രാംദാസ് ആരിക്കാടി, TV ദാമോദരൻ, C അനന്തൻ, NV പുഷ്പരാജ്, PT സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പത്മനാഭൻ പ്ലാത്തൂരിന്റെ നമ്പോലൻ പുസ്തക പ്രകാശനം കാസർഗോഡ് നടന്നു. കവിയും നോവലിസ്റ്റുമായ കൽപ്പറ്റ നാരായണൻ പ്രകാശനം നിർവഹിച്ചു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ഹുബാഷിക പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പ്രശസ്ത എഴുത്തുകാരൻ പത്മനാഭൻ പ്ലാത്തൂരിന്റെ നമ്പോലൻ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനം കാസർഗോഡ് നടന്നു. കവിയും നോവലിസ്റ്റുമായ കൽപ്പറ്റ നാരായണൻ പ്രകാശനം നിർവഹിച്ചു. നിരൂപകൻ EP രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി.
ആത്മപരിഹാസത്തോടുകൂടി തികഞ്ഞ വിനയത്തോടുകൂടി അങ്ങേയറ്റം സത്യസന്ധമായി തൻ്റെ നാട്ടിലിരുന്ന് എഴുതിയ ഒരു പുസ്തകമാണ് നമ്പോലൻ എന്ന് ആ ശീർഷകം നമ്മളോട് പറയുന്നു. തുടർന്ന് വായിച്ചാൽ അതധികം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. കഥാകൃത്തും നോവലിസ്റ്റുമായ അംബികാസുധൻ മാങ്ങാട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ഉപാഷിക സന്തോഷിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം അതിൻ്റെ കെട്ടിലും മട്ടിലും മലയാള പ്രസാധക രംഗത്ത് സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച പ്രൊഡക്ഷനാണ് എന്ന് ഞാൻ പറയും. അത് പുസ്തകം കയ്യിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സാംസ്കാരിക പ്രവർത്തകൻ GB വത്സൻ, കവിയും സിനിമാ നടിയുമായ CP ശുഭ, യുറീക്ക എഡിറ്റർ അശോകൻ KR, KL ഹമീദ്, രാം നായനാർ, ഷുഹൈബ് വൈസ്രോയി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുസ്തകത്തിലെ കഥാപാത്രമായ പത്മനാഭൻ ബ്ലാത്തൂരിന്റെ അമ്മ യശോദ ചടങ്ങിലെത്തിയത് ശ്രദ്ധേയമായി. മകനെക്കുറിച്ചും പഴയകാല ഓർമ്മകളെക്കുറിച്ചും അവർ സ്മരിച്ചു. തുടർന്ന് പത്മനാഭൻ ബ്ലാത്തൂർ മറുപടി പ്രസംഗം നടത്തി. ഹുബാഷിക ഡയറക്ടർമാരായ MV സന്തോഷ് സ്വാഗതവും രേഖാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോലായി ലൈബ്രറി ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി എഴുത്തുകാരനും സംരംഭകനുമായ ദിനേശ് മുങ്ങത്തിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം കാസർഗോഡ് നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കോലായി ലൈബ്രറി ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി എഴുത്തുകാരനും സംരംഭകനുമായ ദിനേശ് മുങ്ങത്തിന്റെ ആകർഷണ നിയമം, ജീവിത വിജയത്തിന്റെ രഹസ്യം, മാസ്റ്ററിംഗ് യുവർ ബിസിനസ്, അച്ഛൻ എന്നീ 4 പുസ്തകങ്ങളുടെ പ്രകാശനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വിപുലമായി സംഘടിപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചുമനതുടി പൂർണ്ണമായും വായിച്ച അന്ന് തന്നെ നഗപ്രാണി കുമാരൻ മാഷ് എന്ന് പറയുന്നത് തർജ്ജമക്കാരനുണ്ടായിരുന്നു. പിന്നീട് കുമാരൻ മാഷ് നമ്മുടെ നാട്ടിലെ മാഷ്, അതുപോലെ തന്നെ AEO തുടങ്ങി എല്ലാമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്ത പരിഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആളാണ്. പ്രശസ്ത എഴുത്തുകാരായ അംബികാസുധൻ മാങ്ങാട്, KV അഷ്ടമൂർത്തി, PK പാറക്കടവ്, താഹ മാടായി എന്നിവർ പ്രകാശന കർമ്മം നിർവഹിച്ചു. പുസ്തകങ്ങൾ ഡോക്ടർ BRQ മുസ്തഫ, ഡോക്ടർ സത്താർ, ദിവാകരൻ വിഷ്ണുമംഗലം, സന്തോഷ് പനയാൽ എന്നിവർ ഏറ്റുവാങ്ങി. വളരെ സങ്കീർണമായിട്ടുള്ള ഈ ജീവിത പ്രതിസന്ധിയിൽ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ജീവിതസന്ധിയിലോ നമ്മളെ വളരെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന എന്തെങ്കിലും സന്ദർഭങ്ങളിലേക്കായിരിക്കാം. ഒരു പുസ്തകത്തിന്റെ സ്പർശം ഒരാളെ മാറ്റിമറിക്കുമെന്നുള്ളതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാവുന്ന ചില ഉപദേശങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചെവിയിൽ നമ്മോട് ഒരു രഹസ്യം പറയുന്നത് പോലെയുള്ള കഥ പറയുന്ന രീതികളൊക്കെ ദിനേശ് മുങ്ങത്തിന്റെ ഈ ഒരു പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന. ഒരുപാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാസർകോട്ടെ വിവിധ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KV കുമാരൻ മാഷ്, കാസർഗോഡിന്റെ സാംസ്കാരിക മുഖമായ CL ഹമീദ്, മാപ്പിളപ്പാട്ട് ഗായിക സുബൈദ തൃക്കരിപ്പൂർ എന്നിവരെ ആദരിച്ചു. സ്നേഹാദരവാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മാഡം ഇവിടെ കൈമാറുന്നത്. പ്രോഗ്രാം കൺവീനർമാരായ സ്കാനിയ ബദിര സ്വാഗതവും SV അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിന് അവമതിപ്പുണ്ടാക്കും വിധം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരണം നടന്ന സാഹചര്യത്തിൽ വിശദാംശവുമായി ക്ഷേത്രം ഭാരവാഹികൾ. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിന് അവമതിപ്പുണ്ടാകും വിധം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരണം നടന്ന സാഹചര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ വിശദാംശവുമായി രംഗത്ത്. ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നിശ്ചയിക്കുന്നത് ക്ഷേത്രം തന്ത്രിയാണെന്നും അതിനാൽ അത് പാലിക്കപ്പെടേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും ഓരോരോ ചടങ്ങുകൾ അവിടെ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കൂവപ്പണി എന്ന രീതിയിൽ, അത് അവിടെ നടക്കുന്ന പന്തലിടൽ, അതുപോലെ തന്നെ നിലംപണി, അങ്ങനെ ഒരുപാട് പണികളുണ്ട്, മരപ്പണി ഉൾപ്പെടെ. കൂവപ്പണി എന്ന രീതിയിലാണ് അതിനെ പറയപ്പെടുന്നത്. അതൊക്കെ എല്ലാ വിഭാഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥ പണ്ട് തൊട്ടേ ഉണ്ട്. അതുപോലെ പുത്തരി പോലുള്ള ഉത്സവങ്ങൾക്ക്, നിറ ഉത്സവങ്ങൾക്ക്, അതുപോലെ മറ്റ് ഉത്സവങ്ങൾക്കും ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. നറുക്കാവശ്യമായ കതിര് ഹരിജന സമുദായത്തിലവരാണ് അവിടെ എത്തിച്ചു നൽകുന്നത്. അത്ര പോലും സാമുദായിക ഐക്യമുള്ള ഒരു ക്ഷേത്രം ആണ് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രം. പക്ഷേ പ്രചരിപ്പിച്ചു പോകുന്നത് ക്ഷേത്രത്തിനകത്ത് ഉന്നത കുലജാതർ പ്രവേശിക്കുന്നു, മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, നിഷേധിച്ചു എന്ന രീതിയിലാണ് പ്രചരണം നടന്നു പോകുന്നത്. ക്ഷേത്രത്തിനകത്ത് നിലവിൽ അതിനകത്ത് ചടങ്ങുകൾ നിർവഹിക്കുന്ന, ദൈനംദിന കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമ്പൂതിരി, വാര്യർ, മാരാർ സമുദായക്കാർ ആണ് വാദ്യം എന്ന രീതിയിൽ അതിനകത്ത് നിത്യേന പ്രവേശിക്കുന്നു. മറ്റ് ഒരു ജനങ്ങൾക്കും, പൊതുജനം എന്ന രീതിയിൽ ആർക്കും അതിനകത്ത് പ്രവേശനം നിലവിലില്ല. അതാണ് സ്ഥിതി. പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ NV രവീന്ദ്രൻ, നവീകരണ സമിതി പ്രസിഡന്റ് MV തമ്പാൻ പണിക്കർ, വൈസ് പ്രസിഡന്റുമാരായ M ദാമോദരൻ, TV കൃഷ്ണൻ, ജനറൽ കൺവീനർ MP പത്മനാഭൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ PK വിനയകുമാർ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ M ഭാസ്കരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1975 SSLC ബാച്ച്മേറ്റ്സിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം നടന്നു. കൂട്ടായ്മ ചെയർമാൻ TA ഷാഹുൽ ഹമീദ് ചെട്ടുംകുഴി അസ്രിയിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1975 SSLC ബാച്ച്മേറ്റ്സിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ TA ഷാഹുൽ ഹമീദ് ചെട്ടുംകുഴി അസ്രിയിൽ വെച്ച് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് ഏപ്രിൽ അവസാന വാരത്തോടെ തുടക്കമാകും. ലോഗോ പ്രകാശന ചടങ്ങിൽ TA ഖാലിദ്, MA ലത്തീഫ്, MA അഹമ്മദ് BU, അബ്ദുള്ള, PA മജീദ്, KK സുലൈമാൻ, TL ഹനീഫ്, TA മജീദ്, TA അബ്ദുറഹ്മാൻ മാസ്റ്റർ, AH ഷുക്കൂർ, PA മുഹമ്മദ് കുഞ്ഞി, ഇബ്രാഹിം കരിപ്പോടി, AP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖത്തർ KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സന്ദേശമുയർത്തി നാട്ടൊരുമ സംഗമം സംഘടിപ്പിച്ചു. ഖത്തർ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദം കുഞ്ഞി തളങ്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖത്തർ KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി സംഘടിപ്പിച്ച നാട്ടൊരുമ സംഗമം ശ്രദ്ധേയമായി. സമൂഹത്തെ ക്ഷയിപ്പിക്കുന്ന മഹാവിപത്തായ ലഹരി ഉപയോഗം ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ നവബോധം എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടക്കമിട്ടു. ഖത്തർ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദം കുഞ്ഞി തളങ്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് മഠത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ക്യാമ്പയിന് തുടക്കമിട്ടു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ കടവത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഏരിയാൽ സ്വാഗതം പറഞ്ഞു. അലി ചേരൂർ, ഷാനിഫ് പൈക്ക, ഹാരിസ് ഏരിയാൽ, ഷെഫീഖ് ചെങ്കള, ജാഫർ കല്ലങ്കടി, നവാസ് ആസാദ് നഗർ, റഹീം ചൌക്കി, കെബി റഫീഖ്, ഹമീദ്, ഹാരിസ് ചൂരി, റിയാസ് മാന്യ, ഷെരീഫ്, നൌഷാദ് പൈക്ക, റഹീം ഗ്രീൻലാൻഡ്, അക്ബർ കടവത്ത്, സിദ്ദീഖ് പടിഞ്ഞാറ്, റഹീം വെളൂർ, മാഹിൻ ബ്ലാർക്കോട്, ഷാനവാസ് തളങ്കര, മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പണ്ടത്തെ നാടൻ കായിക മത്സരങ്ങൾ, നാടൻ വിഭവങ്ങളുടെ രുചി, കലാസാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവയും പരിപാടിയെ വേറിട്ടതാക്കി. നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ തടിയൻകൊവ്വൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കലാപ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക് ഒരു സംഭവത്തെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കോലാഹലമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം വളരെ വലുതാണെന്ന് സ്പീക്കർ പറഞ്ഞു. ദൈവങ്ങളെപ്പോലും വിമർശിക്കുന്ന നാടാണ് കേരളവും അത് ഉൾക്കൊള്ളുന്ന ഇന്ത്യയുമെന്ന് അദ്ദേഹം പറഞ്ഞു. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിനിമാ താരം നിഖില വിമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനീഷ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ നാടിൻ്റെ സംസ്കാരവും ഈ നാടിൻ്റെ സന്തോഷവും ഒക്കെയായി മാറേണ്ടുന്ന ഒരു സ്ഥാപനമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനൊരു ലൈബ്രറി ഈ അവസരത്തിൽ നേരത്തെ പറഞ്ഞപ്പോൾ മഴ വന്നു. അപ്പം നമുക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ തന്നെയാണ്. ആ ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട് എന്ന് പറയുന്നത്. ഞാനിപ്പം താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം കുറച്ചുകൂടെ വലിയ ടൗണാണ്. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നമുക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. ഭാരത് ഭവൻ നെടുമുടി വേണു സ്മാരക പുരസ്കാരം നേടിയ ഉദുനൂർ ബാലഗോപാലൻ, എഞ്ചിനീയർ A മാധവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ, ജനറൽ കൺവീനർ CV ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം T വിജയലക്ഷ്മി, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി A ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടൊന്നാകെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തിയേറ്റർ സ്പോർട്സ് കൺവീനർ AP രാജേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാത്രി കണ്ണൂർ മയ്യിൽ അധീന നാടക നാട്ടറിവ് വീട് നേതൃത്വത്തിൽ നാട്ടുമൊഴി നാടൻപാട്ടുമേള അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലൂം മദ്രസ പ്രവേശനോത്സവം വർണ്ണാഭമായി. GS അബ്ദുറഹ്മാൻ മദനി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പുസ്തക വിതരണവും ലോഗോ പ്രകാശനവും നടന്നു. മദ്രസയിലെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലൂം മദ്രസയിലെത്തിയത് നിരവധി കുരുന്നുകൾ. നെല്ലിക്കുന്ന് മുഹ്യുദ്ദീൻ ഖത്തീബ് GS അബ്ദുറഹ്മാൻ മദനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. സഹീം ഖിറാഅത്ത് നടത്തി. പരിപാടിയിൽ NA ഹമീദ് വിഷൻ 25 ലോഗോ പ്രകാശനം നിർവഹിച്ചു. സൗജന്യ മദ്രസ പുസ്തക വിതരണം കുഞ്ഞാമു തൈവളപ്പും നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ ഷാഫി തിരുവത്ത്, നഗരസഭാ കൗൺസിലർ അബ്ദുറഹ്മാൻ ചക്കര, ഹനീഫ് മാഷ്, ഷറഫുദ്ദീൻ, GM കബീർ, സാദിഖ് ലിപ്റ്റൺ, അഷ്റഫ് ദാരിമി, അഫ്സൽ അസ്അദി, നൌഫൽ ഫൈസി, CA അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. ഇമാം മഹ്റൂഫ് മൗലവി സ്വാഗതവും ഷുക്കൂർ അമാനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു. സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. മാമുങ്കൽ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും വിരമിച്ചവരുടെയും ജില്ലയിലെ കൂട്ടായ്മയാണ് സോൾജിയേഴ്സ് ഓഫ് KL-14. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് നിർവഹിച്ചു. मैं पूरे देश में घूमता हूं, आप भी अपने कैरियर की तैयारी कर रहे होंगे, लेकिन आपका पर्पज क्या है? आप मेडिकल में जा रहे हैं, आप इंजीनियरिंग में जा रहे हैं, आप एजुकेशनल में जा रहे हैं, तो उसका पर्पज क्या है? लाइफ ऑफ पर्पज, जैसे एक सैनिक का लाइफ ऑफ पर्पज होता है, भारत के 140 करोड़ लोगों को चैन की नींद सुलाना. പ്രസിഡന്റ് E ശശിധരൻ അധ്യക്ഷത വഹിച്ചു. E ചന്ദ്രശേഖരൻ MLA, സൊസൈറ്റി സെക്രട്ടറി ജയൻ പൊന്നൻ, പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, VV സന്തോഷ്, വിരമിച്ച സൈനികരായ P ദാമോദരൻ, K നാരായണൻ നായർ, PV മനീഷ്, പ്രസന്ന ഇടയിലം, വാർഡംഗം P സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുടി സാംസ്കാരിക വേദിയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തുടി കൺവീനർ ഡോക്ടർ U ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് 10ാം വാർഷികത്തിന്റെ ഭാഗമായി അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടന്ന ക്വിസ് മത്സരം തുടി കൺവീനർ ഡോക്ടർ U ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ കമലാക്ഷൻ മാസ്റ്റർ കാക്കോൽ അധ്യക്ഷനായി. ജയചന്ദ്രൻ മാസ്റ്റർ ക്വിസ് മാസ്റ്ററായി. വിജയികൾക്ക് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക വിഭാഗം അധ്യാപകൻ ഡോക്ടർ രതീഷ് സമ്മാന വിതരണം നടത്തി. ട്രഷറർ മോഹനൻ കോട്ടപ്പാറ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സേവാഭാരതി ജില്ലാശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കും വിഭവസമൃദ്ധമായ വിഷുസദ്യ നൽകി. കഴിഞ്ഞ 20 വർഷമായി മുടങ്ങാതെ സേവാഭാരതി ജില്ലാശുപത്രിയിൽ ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി മുടങ്ങാതെ ദിവസവും ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം നൽകുന്ന കാഞ്ഞങ്ങാട് സേവാഭാരതി ജില്ലാ ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കും വിഭവസമൃദ്ധമായി വിഷുസദ്യ നൽകി.
ചടങ്ങിന്റെ ഉദ്ഘാടനം നീതി മെഡിക്കൽ ബോർഡ് ഡയറക്ടർ അഡ്വക്കേറ്റ് പി അരവിന്ദൻ നിർവഹിച്ചു. സേവാഭാരതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ബാബു പുല്ലൂർ, മടിക്കെ പഞ്ചായത്ത് അംഗം എ വേലായുധൻ, ജില്ലാ പ്രസിഡന്റ് ദിനേശൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ നീലേശ്വരം, മുനിസിപ്പൽ കൌൺസിലർ എൻ അശോക് കുമാർ, പ്രകാശൻ ഗിരിജ, ഗുരുദത്ത്, പ്രശാന്ത് സൗത്ത് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ വി നന്ദിയും പറഞ്ഞു. വിഷുസദ്യ ഗിരിജ ജ്വല്ലറി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബേഡകത്ത് തിന്നറൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കവേ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ദിനേശ് മുങ്ങത്തിന്റെ 4 പുസ്തകങ്ങളുടെ പ്രകാശനം കാസർഗോഡ് നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ പ്ലാത്തൂറിന്റെ നമ്പോലൻ പുസ്തക പ്രകാശനം കാസർഗോഡ് നടന്നു. കൽപ്പറ്റ നാരായണൻ പ്രകാശനം നിർവഹിച്ചു. ഖത്തർ KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നാട്ടൊരുമ സംഗമം ശ്രദ്ധേയമായി. ചൌക്കി കിഴക്കേ വീട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഏപ്രിൽ 17, 18, 19, 20 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.